അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് രണ്ട് കോംപ്ലിമെൻറ്റ്സ് പഠിക്കാനുള്ളത്. ഒന്ന് r-1 കോംപ്ലിമെൻറ്റും ഒന്ന് r കോംപ്ലിമെൻറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് r-1 കോംപ്ലിമെൻറ്റ് നോക്കാം. ഇത് മെയിനായിട്ട് അപ്ലിക്കബിൾ ആവുന്നത് 1s, 9s, 7s, 15s ഈ ഇത്രയും കോംപ്ലിമെൻറ്റ്സ് കണ്ടുപിടിക്കുമ്പോഴാണ് ഈ r-1 കോംപ്ലിമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഫോർമുലയുണ്ട്. ഒരു നമ്പറിൻ്റെ r-1 കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ r⁻n -1 -N. ഇത് ജസ്റ്റ് പഠിച്ച് വയ്ക്കുക, ഞാൻ എക്സാമ്പിൾ കാണിക്കുമ്പോൾ അത് മനസ്സിലായിക്കോളും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പറിൻ്റെ 9s കോംപ്ലിമെൻ്റാണ് കണ്ടുപിടിക്കാൻ വയ്ക്കുക. അപ്പോൾ ആറിൻ്റെ അവിടെ 10 വരും. കാരണം വെച്ചാൽ r എന്ന് പറയുന്നത് റാഡിക്സ് ആണല്ലോ, അല്ലെങ്കിൽ ബേസ് ആണല്ലോ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച മാതിരി r എന്ന് പറയുന്നത് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്നാണ് പറയാം. അപ്പോൾ 10⁻n -1 -N. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1s കോംപ്ലിമെൻറ്റ് ഓഫ് 10110000. അപ്പോൾ ഇവിടെ ബേസ് വരുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ? കാരണം വെച്ചാൽ ബൈനറി നമ്പർ ആയതുകൊണ്ട് ബേസ് ബൈനറി സിസ്റ്റമാണ്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2⁻n എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? കാരണം 1 2 3 4 5 6 7 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 2⁻7 വരും. 2⁻7 -1 മൈനസ് ഈ നമ്പർ ജസ്റ്റ് ക്യാപിറ്റൽ N. ഈ ക്യാപിറ്റൽ N ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ആ നമ്പറില്ല, അത് തന്നെയാണ് N ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2⁻7 -1 -10110000. ഈ സാധനം നമ്മൾ എന്തിലേക്ക് ആക്കണം? ഡെസിമലിലേക്ക് ആക്കണം. കാരണം വെച്ചാൽ അത് ഡെസിമലൊക്കെ എടുക്കുന്നത് അത് നമുക്ക് എന്തിലേക്ക് ആക്കണം? ബൈനറിക്ക് ആക്കണം. അപ്പോൾ എളുപ്പമാണല്ലോ. നമ്മൾ കൺവേർഷൻ പഠിച്ച മാതിരി ഓരോന്നിനെയും എന്ത് ചെയ്യാം? 2⁻2 എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ അല്ല, ഓരോന്നിൻ്റെയും അതിൻ്റെ കൺവേർഷൻ അറിയാമല്ലോ. അപ്പോൾ 128 അതിൻ്റെ കൺവേർഷൻ എന്ന് പറയുമ്പോൾ -1 ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് ആൻസർ വരിക, മൈനസ് ഈ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇത് കിട്ടും. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു നമ്പറിൻ്റെ r-1 കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, ആ ഇക്വേഷൻ എന്തായാലും പഠിച്ചേക്കുക. r-1 കോംപ്ലിമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് r⁻n -1 ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. അതിൽ r എന്ന് പറയുന്നത് ബേസ് ആണ് അല്ലെങ്കിൽ റാഡിക്സ് ആണ്. n എന്ന് പറയുന്നത് അതിൻ്റെ എത്ര നമ്പേഴ്സ് ഉണ്ട്, അതായത് ആ നമ്പർ തന്ന ക്വസ്റ്റ്യനിൽ തന്ന നമ്പറിന് എത്ര ഡിജിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര അക്കങ്ങളുണ്ട്, അതാണ് സ്മോൾ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് r-1 കോംപ്ലിമെൻറ്റ്. ഇനി അടുത്തെന്ന് പറയുന്നത് റാഡിക്സ് കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ r കോംപ്ലിമെൻറ്റ് നമ്മൾ വിളിക്കും. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. r കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് r⁻n -N ആണ്. ഇത് അപ്ലിക്കബിൾ ആവുന്നത് ഈ ഒരു കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ, അതായത് 2s, 8s, 10s, 16s ഇത്രയും കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുമ്പോഴാണ് r കോംപ്ലിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10s കോംപ്ലിമെൻറ്റ്, അതായത് ഈ നമ്പറിൻ്റെ 10s കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ? r⁻n -N ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ r⁻n -N ആണ്. r എന്ന് പറയുന്നത് 10 ആണ്, ബേസ് 10 ആണ്. 10⁻3 മൂന്ന് അക്കങ്ങളുള്ള സംഭവമാണ് നമ്മൾ തന്നിരിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ബൈനറി ആണ് അല്ലേ? അത് നോക്കിയേ, 10110000. അപ്പോൾ അത് നമ്മൾ ആദ്യം എന്തിലേക്ക് ആക്കണം? ഡെസിമലിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് 10³ അതായത് 10³ എന്ന് കിട്ടും. മൈനസ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് ആ തന്നിരിക്കുന്ന ബൈനറിയുടെ ഡെസിമൽ എന്ന് പറയുന്നത് 155 ആണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? 3 അക്കമുള്ളത്, 3 ഡിജിറ്റ് ഉള്ളതെന്നുള്ളത്. അതാണ് സ്മോൾ n എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 3 കൊടുത്തിരിക്കുന്നത്. 10⁻3 മൈനസ് ക്യാപിറ്റൽ N. ഓക്കെ, അപ്പോൾ 1000 -155 845 വരെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബൈനറി സിസ്റ്റത്തിൽ തന്നെ, അതായത് നമ്മൾ പറയുന്ന 0-1 യൂസ് ചെയ്തിട്ടുള്ള ബൈനറി സിസ്റ്റത്തിന് എന്തുണ്ട്? 1s കോംപ്ലിമെൻറ്റും 2s കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കാനുണ്ട്. അത് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് 10101. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 1s കോംപ്ലിമെൻറ്റ് അല്ല തന്നിരിക്കുന്ന നമ്പറെങ്കിൽ അതിന് 1s കോംപ്ലിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 1 ഉള്ളിടത്തൊക്കെ 0 കൊടുക്കുക, 0 ഉള്ളിടത്തൊക്കെ 1 കൊടുക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1s കോംപ്ലിമെൻറ്റ് കിട്ടി. ഓക്കെ, ഇനി 2s കോംപ്ലിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം 1s കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അതാണ് ഇപ്പോൾ ഈ സെയിം നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 1s കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ അറിയാം. +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2s കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, അതാണ് ബൈനറി സിസ്റ്റം കോംപ്ലിമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്.